ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. കണ്ണൂർ സൈഡിലൊക്കെ ബേക്കറികളിൽ സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു സ്നാക്കാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ ഇതുവരെയും കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ മതി, കറക്റ്റായിട്ട് കിട്ടും. 1 കപ്പ് പച്ചരി സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം, എന്നാലാണ് ഇത് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റിൽ കലത്തപ്പം കിട്ടുള്ളൂ. ഇതിപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞതാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വാർന്ന് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒട്ടും ഇല്ലാതെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടില്ല. ഇതിൽ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയാലാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 2 ഏലക്ക തൊലി കളഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 3 എണ്ണം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം, നല്ല ഫൈനായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. ഇതിലേക്കുള്ള മധുരത്തിന് ആവശ്യമായ ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 2.5 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2.5 പീസ് ആകുമ്പോൾ ഒരു മീഡിയം മധുരമാണ് ഉണ്ടാവുള്ളൂ. കറക്റ്റ് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 പീസ് എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാനുള്ള കുക്കർ റെഡിയാക്കി വയ്ക്കാം. പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 7 അല്ലി ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് വറുത്തെടുക്കണം. ആദ്യം നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ കുക്കറൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കലത്തപ്പത്തിന് തിക്നെസ് കൂടും. അപ്പം നമ്മൾ പറയുന്ന ടൈം ഒന്നും ആവില്ല ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള കുക്കർ എടുക്കുക. അപ്പോൾ അധികം കട്ടിയില്ലാതെ നല്ല പാകത്തിന് കറക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഉള്ളി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം കുക്കർ. ശർക്കര ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. മെൽറ്റായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ആ ചൂടോടുകൂടി തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരിച്ചതിന് ശേഷം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നല്ല ചൂടുള്ള ശർക്കര പാനി ഒഴിക്കുമ്പോൾ മാവ് ഓരോ സൈഡിലായിട്ട് ചെറുതായിട്ട് വെന്ത് പോവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. ഈ ചെറിയ ചൂടോട് കൂടി തന്നെ വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനും. അപ്പോൾ ഇത് റെഡിയാക്കുന്ന സമയം കൊണ്ട് നമ്മൾ കുക്കറൊക്കെ റെഡിയാക്കി വെക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്ര ലൂസിലാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. ഇപ്പോൾ കുക്കർ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് ഉള്ളിയും തേങ്ങ വറുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്.
ഈ ബാക്കിയുള്ള ഉള്ളി വറുത്തതും തേങ്ങാക്കൊത്തും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേനും ഇതുപോലെ സൈഡിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്ന പോലെ കാണാം. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെക്കാം. വെയിറ്റ് ഇടാതെയാണ് കുക്കർ അടച്ച് വെക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കൊരു 10 to 12 മിനിറ്റ്സ്, ഒരു 10 മിനിറ്റ് മുതൽ എപ്പോൾ വേണമെങ്കിലും ഇത് കുക്കായിട്ട് കിട്ടാം. ഇതിൽ സ്റ്റീം വരുന്നതാണ് ഇതിൻ്റെ കണക്ക്. ഒരു ഏകദേശം ഒരു 9 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ വെള്ളത്തുള്ളികൾ പോലെ ഇങ്ങനെ വെയിറ്റിൻ്റെ ആ ഭാഗത്തു നിന്ന് വന്ന് തുടങ്ങും. അത് കഴിയുമ്പോൾ നന്നായിട്ട് സ്റ്റീം വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത് കുക്കായി എന്നാണ്. ആ സമയമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എനിക്കൊരു 11 മിനിറ്റാണ് എടുത്തത്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. കുക്കറിലെ ചൂട് കൊണ്ട് ഒന്നുകൂടി നന്നായിട്ട് വെന്ത് കിട്ടും. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡ് വിടിയിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമാണ്. ഞാൻ എടുത്തിട്ടുണ്ട്. അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ കുക്കറിൽ നിന്ന് എടുക്കാനായിട്ട്. എന്നാലാണ് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ആരെടുത്ത അപ്പമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ ആരെടുത്ത അപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കറക്റ്റായിട്ട് ഇതുപോലെ ഫോളോ ചെയ്താൽ നല്ല കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഈസിയാണ്. വളരെ കുറച്ച് സമയം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.